അല്ലമൽ ഖുർആൻ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ, ഒരായത്ത് അങ്ങനെയാണ്. വേറെ ആയത്ത് ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊല്ലരുത് കേട്ടോ. മറ്റൊന്ന് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലരുത് കേട്ടോ. അതിന് ശേഷം നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്, നിങ്ങൾക്കും ഞാനാണ്. മറ്റു സ്ഥലത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞാനാ ഭക്ഷണം തരുന്നത്, അവർക്കും ഞാനാ കൊടുക്കുന്നത്. ഈ അവര് നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിലൊക്കെ അത്ഭുതങ്ങളാണ്. അതൊക്കെ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഇസ്രായിൽ ഇതുകൂടെ പറഞ്ഞ് നമ്മൾ വിഷയത്തിലേക്ക് അടുത്ത ആയത്തിലേക്ക് പോകണം. ഒരു വളരെ കൗതുകം തോന്നിയിട്ടുണ്ട് ഈ വിഷയം. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം വരുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെ കുട്ടികളെ കൊല്ലല്ലേ. ദാരിദ്ര്യം, എനിക്ക് മക്കൾ കുറെ ഉണ്ടായിപ്പോയാൽ ഇവരൊക്കെ ഞാൻ എങ്ങനെ സ്കൂൾ ഫീസ് കൊടുക്കുക, ഇവരൊക്കെ ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുക, ഇവരൊക്കെ എല്ലാവരും എഞ്ചിനീയർ ആക്കാൻ എന്നെ കൊണ്ട് കഴിയോ, ഇതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇതൊക്കെ അല്ലാഹു ജല്ല തീരുമാനിച്ചു വെച്ച വിഷയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അബോർഷൻ ചെയ്യരുത്. ലാ തഖ്തുലു ഔലാദകും, പ്രസവങ്ങൾ നിർത്തണ്ട. കുട്ടികളില്ലാതെ നിങ്ങൾ വിചാരിച്ചു കുന്നാ നഅ്സിലു വൽ ഖുർആനു യൻസിലു, ഖുർആൻ അവതരിക്കുന്ന കാലത്തും സ്വഹാബത്ത് അസ്ൽ ചെയ്യുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. എങ്ങനെ? അവര് ഗർഭാശയത്തിലേക്ക് സ്പേം എത്താത്ത രീതിയിൽ അവര് വിത്ഡ്രോവൽ സിംപ്റ്റംസ് പറഞ്ഞാൽ അത് ഗർഭധാരണം നടക്കാതിരിക്കാൻ വേണ്ടി അവര് പുറത്ത് എടുക്കുമായിരുന്നു എന്നാണ് ആ വാക്കിനർത്ഥം. കുന്നാ നഅ്സിലു വൽ ഖുർആനു യൻസിലു. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ 2 കുട്ടികളാകുമ്പോഴേക്കും 3 പ്രസവം നിർത്തുകയാണ്. ഇതൊക്കെ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് നിങ്ങൾ എന്തിനാ മാറ്റുന്നത്? ഈ 2 കുട്ടികളങ്ങ് മരിച്ചാൽ പിന്നെ എവിടുന്ന് ഈ പെണ്ണിന് കുഞ്ഞുണ്ടാകും? എവിടുന്നുണ്ടാകും? എന്നൊക്കെ സംഭവിച്ചൂടെ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ തടസ്സം നിൽക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, ഒരു കുഞ്ഞിന്റെ ഗർഭധാരണം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെയാണ്. എല്ലാവരും കുട്ടിയുണ്ടാണെന്ന് വിചാരിക്കുന്നവർക്കൊന്നും അല്ലാഹു കൊടുക്കണില്ല. അത് നൽകുന്നത് അള്ളാഹുവിന്റെ വലിയ നിഅമത്ത്. ഖലഖൽ ഇൻസാൻ, ആ വിഷയം നമുക്ക് പറയാം. അടുത്ത ആയത്ത് തന്നെ അതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഭയങ്കര അത്ഭുതമല്ലേ. ഖലഖൽ ഇൻസാൻ. അതുകൊണ്ട് ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ച് നിങ്ങൾ കുഞ്ഞിനെ കൊല്ലല്ല. നഹ്നു നർസുഖുഹും, വരാൻ പോണ കുട്ടികൾ വരുമ്പോൾ എന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമോ? അത് പെൺകുട്ടിയാണെങ്കിൽ ഓളെ കെട്ടിച്ചയക്കുമ്പോ അവൾക്ക് സ്ത്രീധനം കൊടുത്താൽ പടച്ചോനെ എന്റെ സർവ്വ സമ്പാദ്യം പോയല്ലോ. ഇതൊന്നും പേടിച്ച് നിങ്ങൾ നടക്കണ്ട. നഹ്നു നർസുഖുഹും, ആ വരാൻ പോണ കുട്ടികൾക്കും ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത്. വഇയ്യാകും, നിങ്ങൾക്കും. ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ട്? വരാൻ പോണ കുട്ടികളെ സംബന്ധിച്ചല്ലേ പേടി. ഓർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളിത് നല്ല അവരെ തിന്നുന്നത്, അവരുടെ റിസ്ക് ഞാൻ വേറെ തരാണ്. നിങ്ങളെ റിസ്ക് ഇവരൊക്കെ വലിച്ചെടുക്കല്ല, അവർക്കുള്ള റിസ്ക് ഞാൻ അഡീഷണലി നിങ്ങൾക്ക് വേറെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയെന്ന് വരും. അപ്പൊ നിങ്ങൾ ജോലി മാറും. അപ്പൊ നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. ഓരോ കുഞ്ഞിനും വേണ്ടത് അല്ലാഹു തആല തരുന്നുണ്ട്. ജീവിതത്തിലേക്ക് ഇറങ്ങി ആലോചിച്ച് നോക്കൂ, ശരിക്കും ബോധ്യപ്പെടും. നിങ്ങൾ പേടിച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലലില്ല. ദാരിദ്ര്യം വരുമോ എന്ന്, ഇപ്പൊ ദാരിദ്ര്യമൊന്നുമില്ലേ, പക്ഷെ വരുമോ എന്ന് പേടിക്കാൻ. ആ പേടിക്കുമ്പോ ആരെയാ പേടിക്കണത്? ആ കുട്ടികളുണ്ടായാൽ എന്റെ സമ്പത്ത് പോകുമോ? അതിന് അല്ലാഹു ആദ്യം കുട്ടികളെ വിഷയം പറഞ്ഞു. നഹ്നു നർസുഖുഹും, അവർക്കും നിങ്ങൾക്കും തരുന്നത് ഞാനാണ്. ഇത് പറഞ്ഞത് സൂറത്തുൽ ഇസ്രാ. ഇനി സൂറത്തുൽ അൻആമിലേക്ക് വരും. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം കാരണം നിങ്ങൾ മക്കളെ കൊല്ലല്. ഇപ്പൊ ദാരിദ്ര്യാണ്. പടച്ചോനെ എന്റെ കുഞ്ഞിനങ്ങ് കൊന്നാലോ, അവനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോണ്ട, അവൻ രോഗിയാണ് മരിച്ചോട്ടെ, എന്നാ പിന്നെ ഇവന്റേത് ഞാൻ ആലോചിക്കണ്ടല്ലോ എന്ന് ഇപ്പോഴത്തെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലലില്ല. ഇപ്പൊ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട്, വരുമോന്നല്ല, ഇപ്പോൾ ദാരിദ്ര്യമുണ്ട്, എന്നാലും മക്കളെ കൊല്ലല്ലേ. സുബ്ഹാനല്ലാഹ്. നഹ്നു നർസുഖുക്കും, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ്. വഇയ്യാഹും, നിങ്ങളുടെ മക്കൾക്കും ഞാനാ തരുന്നത്. ഇപ്പൊ ദാരിദ്ര്യമുണ്ട്, നമ്മൾ ആദ്യം ശ്രദ്ധിക്കൽ ആരെയാണ്? നമ്മളെ തടിയല്ലേ നോക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൂ. ഉമ്മയുടെ ശരീരം നോക്കണ്ടേ, അപ്പോഴല്ലേ മക്കളെ നോക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് പേടിയിലാണ് ഇപ്പോ. അല്ല, ഇപ്പൊ ദാരിദ്ര്യമാണ്, നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് പേടിയിലാണ്. നിങ്ങൾക്ക് ഞാൻ ആ ഭക്ഷണം തരുന്നത്. വഇയ്യാഹും, നിങ്ങളുടെ മക്കൾക്കും ഞാനാ തരുന്നത്. അതുകൊണ്ട് മക്കളെ കൊല്ലല്ല. ഇവിടെ നിങ്ങളെ എന്നാദ്യം പറഞ്ഞു, മക്കളെ പിന്നെ പറഞ്ഞു. ഇപ്പൊ ദാരിദ്ര്യമുണ്ട്, ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ചു. അവർക്ക് ഞാനാ കൊടുക്കുന്നത്, ആ മക്കൾക്ക് നിങ്ങൾക്കും ഞാൻ തന്നെയാ തരുന്നത്. രണ്ടും ഒരേപോലെ തോന്നുന്ന ആയത്തുകൾ, പക്ഷേ വാക്കുകൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഫഹ്മ നൽകുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി.